ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇൻ ഇന്ത്യ ഇൻ 1991 എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1991. 1956 ഇന്ത്യക്ക് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 1991 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ്. ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, അതിന് IPR എന്ന് പറയും, ഓഫ് 1991 ഇൻ ഇന്ത്യ വാസ് എ ലാൻഡ്മാർക്ക് പോളിസി. ഒരു ലാൻഡ്മാർക്ക് പോളിസി, ഇന്ത്യയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പോളിസി ആയിരുന്നു, ഒരു പോളിസി റിഫോം ആയിരുന്നു, ഒരു പുത്തൻ പോളിസി ആയിരുന്നു. എയിംഡ് അറ്റ് ലിബറലൈസിങ്, അതായത് നിബന്ധനകളെല്ലാം മാറ്റിക്കൊണ്ട്, അതായത് അന്ന് വരെ നിലനിന്നിരുന്ന നിബന്ധനകളൊക്കെ മാറ്റിക്കൊണ്ട് ഫ്രീ എക്കോണമി ആക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ലിബറലൈസ് ദ ഇന്ത്യൻ എക്കോണമി ആൻഡ് റെഡ്യൂസിംഗ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റിന്റെ പങ്ക്, എക്കോണമിയിൽ ഗവൺമെന്റിന്റെ പങ്ക് പരമാവധി കുറച്ചിട്ട് പ്രൈവറ്റ് പാർട്ടീസിനൂടെ എക്കോണമിയിൽ ഇന്റർവെൻ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ഒരു പോളിസി ആയിരുന്നു. ഇനി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഏതിലാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വ്യാവസായികമായിട്ടുള്ള ഡെവലപ്മെന്റിൽ, അതായത് അതിന് മുമ്പ് വരെ ഗവൺമെന്റ് മാത്രമായിരുന്നു ഇൻഡസ്ട്രി റൂൾ ചെയ്തിരുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് മാത്രമല്ല പിന്നെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്, ഒരു പോളിസി ആയിരുന്നു ഇത്. ഇറ്റ് മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ഫ്രം ദ ഏർലിയർ പോളിസീസ് ഓഫ് സ്റ്റേറ്റ് കൺട്രോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് കൺട്രോൾ ആയിരുന്ന ആ പോളിസിയിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ടൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ട് ആൻഡ് പ്രൊട്ടക്ഷൻസും ഉണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ വെച്ചാൽ അത് ഡൊമസ്റ്റിക് ഉൽപ്പന്നങ്ങളെ, അതായത് ആഭ്യന്തര ഉൽപ്പന്നങ്ങളെ ഇമ്പോർട്ട്, അതായത് വിദേശ ഉൽപ്പന്നങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട്, അതായത് ഇമ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും അതാണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടുള്ളൊരു പോളിസി ആയിരുന്നു ഇത്. ടു എ മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ച്, അത് മാറിയിട്ട് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ച് ആയി. ഓക്കെ, അതായത് ഡിമാൻഡ് സപ്ലൈ പ്രൈസ് തീരുമാനിക്കുന്ന, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതായത് ഇത് എക്കോണമി ഓപ്പൺ അപ്പ് ആക്കി കൊടുത്തു. അതായത് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഏത് രാജ്യത്തിൽ നിന്ന് വേണമെങ്കിലും ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നു. അതായിരുന്നു ഈ IPRന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് IPR 1991. അതിൽ ഒന്നാമത്തത് അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആണ്. അതായത് ചില ഇൻഡസ്ട്രിക്ക് ഒഴികെ ബാക്കി എല്ലാ ഇൻഡസ്ട്രിക്കും ലൈസൻസിങ് എടുത്ത് കളഞ്ഞു. അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് ഫോർ all industries except a few. ഏതിനൊഴികെയാണ്? സച്ച് ആസ് ദോസ് റിലേറ്റഡ് ടു സെക്യൂരിറ്റി, രാജ്യസുരക്ഷയെ സംബന്ധിച്ചത്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൺസേൺസ് ഉള്ളത്, ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ്. ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിക്കും ലൈസൻസിങ് എന്നുള്ള സമ്പ്രദായം എടുത്തു മാറ്റി. ദിസ് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ്ഡ് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ, അതായത് കാർക്കശ്യമായിട്ടുള്ള ഒരു കൺട്രോൾ അവിടെ ഇൻഡസ്ട്രിക്ക് മേലുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് അതിനൊരു കുറവ് വന്നു. ആൻഡ് എൻകറേജ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പ്രൈവറ്റ് പാർട്ടീസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടായി, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് ഡീ റിസർവേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ആണ്. അതായത് പബ്ലിക് സെക്ടറിന്റെ ആ ഒരു പ്രാധാന്യം അവിടെ കുറച്ചു. അതായത് പബ്ലിക് സെക്ടറിന് മാത്രം റിസർവ് ചെയ്തിരുന്നത് അത് കുറച്ച് പ്രൈവറ്റ് പാർട്ടീസിനൂടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. ദ പോളിസി റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ ഫ്രം 17 to 8. ആദ്യം 17 എണ്ണം പബ്ലിക് സെക്ടറിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് റിസർവ് ചെയ്യുന്നതായിരുന്നു, അത് 8 ആക്കി കുറച്ചു. ഇവൻച്വലി നാരോയിങ് ഇറ്റ് ടു ഓൺലി 3. വീണ്ടും അത് കുറച്ച് 8 നിന്ന് 3 ആക്കി മാറ്റി. ഏതൊക്കെയാണ്? അറ്റോമിക് എനർജി, ഡിഫൻസ്, റെയിൽവേസ്. ഇത് മൂന്നും പബ്ലിക് സെക്ടറിനാണ്. ബാക്കിയുള്ള എല്ലാം പ്രൈവറ്റ് സെക്ടറിനോടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ വാസ് അലൗഡ് ഇൻ മെനി ഏരിയാസ്. ഒരുപാട് ഏരിയാസിൽ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നു. പ്രീവിയസ്ലി ഡോമിനേറ്റഡ് ബൈ ദ പബ്ലിക് സെക്ടർ. മുമ്പ് ഏത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന പബ്ലിക് സെക്ടർ ഡോമിനേറ്റ് ചെയ്യുന്ന പല ഏരിയാസിലും ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. അടുത്തത് എൻകറേജ്മെന്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ദ ഗവൺമെന്റ് ഓപ്പൺഡ് അപ്പ് സെക്ടേഴ്സ് ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. FDIക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? സെക്ടേഴ്സിനെ ഓപ്പൺ അപ്പ് ആക്കി കൊടുത്തു. 51% വരെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥയായി. അലോയിങ് അപ് ടു 51% ഇക്വിറ്റി ഇൻ ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസ്. അതും ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ 51% വരെ അവർക്ക് ഇക്വിറ്റി, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്തത് സ്പെഷ്യൽ ഇൻസെന്റീവ്സ് വെയർ ഓഫേർഡ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അതായത് മാത്രമല്ല ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്തു? സ്പെഷ്യൽ ഇൻസെന്റീവ്സും കൊടുത്തു, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രോത്സാഹനവും കൊടുത്തു. എങ്ങനെയാണ്? ഇൻക്ലൂഡിങ് ടാക്സ് എക്സംഷൻ, അവർക്ക് ടാക്സ് കുറച്ച് കൊടുത്തു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ആൻഡ് റെഡ്യൂസ്ഡ് ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ്, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്തു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? FDI പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ടാരിഫ്സ് ആണ്. അതായത് ട്രേഡ് ലിബറലൈസ് ചെയ്തു, ടാരിഫ് ഒക്കെ എടുത്ത് മാറ്റി കൂടുതൽ ലിബറലൈസ് ആയി കൊടുത്തു ട്രേഡ്. അതായത് രാജ്യങ്ങൾക്ക് അങ്ങോട്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി കൊടുത്തു. ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെയർ ഈസ്ഡ്, അതായത് ഇറക്കുമതിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, നിബന്ധനകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അതിന് ഇളവ് കൊടുത്തു, ഇറക്കുമതി പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് ടാരിഫ്സ് വെയർ റെഡ്യൂസ്ഡ്, ടാരിഫ് കുറച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻകറേജ് കോമ്പറ്റീഷൻ, രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അത് എക്സ്പോർട്ടും ഇമ്പോർട്ടും പ്രൊമോട്ട് ചെയ്യുന്നതിന്.
എക്സ്പോർട്ട് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് റിസീവ്ഡ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, അതായത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ടു എൻഹാൻസ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ്, അതായത് ഗ്ലോബലി ഇന്ത്യക്ക് ഒരു കോമ്പറ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ അടുത്തത് ഫോക്കസ് ഓൺ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, SSIs. എങ്ങനെയാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തു? ദ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് മെഷേഴ്സ് ടു പ്രൊമോട്ട് SSIs ബൈ ഇൻക്രീസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓഫറിംഗ് ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ സപ്പോർട്ട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള സപ്പോർട്ടും കൊടുത്തു. ആ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആണ്. അതായത് കമ്പനീസ് വെയർ എൻകറേജ്ഡ് ടു മോഡേണൈസ് ആൻഡ് അഡോപ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി. കമ്പനീസിനെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ മോഡേണൈസ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്തിനാണ്? ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീവ്നെസ്. ഇതെല്ലാം കോമ്പറ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അബോളിഷ്ഡ്, അതായത് മോണോപോളീസ് അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ അബോളിഷ്, അതായത് MRTP എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ദ മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്നാണ് ഇതിന് പറയുക. ഇതെന്ത് ചെയ്തു? ഇത് അമെൻഡ് ചെയ്തു, ഇത് തിരുത്തി. ടു റിമൂവ് പ്രീ എൻട്രി റെസ്ട്രിക്ഷൻസ്, അതായത് ചില റെസ്ട്രിക്ഷൻസ്, ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് ചില എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം തിരുത്തി, അത് മാറ്റി. ഓൺ ലാർജ് കമ്പനീസ്, ഇതെല്ലാം എന്തിനാണ്? ലാർജ് കമ്പനീസിലാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റിംഗ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻസി. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായി, കൂടുതൽ എഫിഷ്യൻസി ഉണ്ടായി, ഇൻഡസ്ട്രി കൂടുതൽ കാര്യക്ഷമമായി. ഇത് നമുക്ക് 1991 IPRന്റെ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് IPR 1991. അതിൽ ഒന്നാമത്തത് എൻഹാൻസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അടുത്തത് രണ്ടാമത്തത് പ്രൊമോട്ട് കോമ്പറ്റീഷൻ. അത് നമുക്കറിയാലോ, കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുക, കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താവും? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, എഫിഷ്യൻസി കൂടും. അത് അങ്ങോട്ട് തമ്മിൽ മത്സരിച്ച് കൂടുതൽ ചിലവ് കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും, മാർക്കറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് മൂന്നാമത്തത് അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുക. ആൻഡ് ഇന്റഗ്രേറ്റ് ദ ഇന്ത്യൻ എക്കോണമി വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്, അതായത് ഇന്ത്യൻ എക്കോണമി ഏതുമായിട്ട് കണക്ട് ചെയ്യുക? ഗ്ലോബൽ മാർക്കറ്റായിട്ട് കണക്ട് ചെയ്യുക. റെഡ്യൂസ് ദ റോൾ ഓഫ് ഗവൺമെന്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഗവൺമെന്റ് റോള് കുറയ്ക്കുക. ഇൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വൈൽ എൻഹാൻസിങ് ഇറ്റ്സ് റോൾ ആസ് എ ഫെസിലിറ്റേറ്റർ, അതായത് ഗവൺമെന്റ് റോള് കുറച്ചിട്ട് ഗവൺമെന്റ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാത്രം ആക്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അടുത്തത് എൻകറേജ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്, അതായത് സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമല്ല എന്റർപ്രണർഷിപ്പ്, പുത്തൻ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് IPR 1991. അതായത് ദ IPR ഓഫ് 1991 വാസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യസ് എക്കണോമിക് റിഫോംസ്. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു ആണിക്കല്ലായിരുന്നു ഈ IPR 1991 എന്ന് പറയുന്നത്. ഇറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, LPG. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പം ഇതിനൊക്കെ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് ഈ IPR-ലൂടെയാണ്, 1991 IPR-ലൂടെയാണ്. ഓക്കെ, LPG മോഡൽ ആൻഡ് പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ടു എ മാർക്കറ്റ് ഡ്രിവൺ എക്കോണമി. ഇന്ത്യ എന്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത? ഒരു മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കോണമി ആക്കി മാറ്റി. അതായത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇന്ത്യയെ കണക്ട് ചെയ്തു. ഓക്കെ, ദ പോളിസി ഹെൽപ്ഡ് ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രോത്ത്, അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ഈ പോളിസി സഹായിച്ചു. ഇംപ്രൂവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചു. അത് കൂടുതൽ പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നില്ലേ, അപ്പം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായി. ആൻഡ് ഇന്റഗ്രേറ്റ് ദ ഇന്ത്യൻ എക്കോണമി വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്, ഇന്ത്യൻ എക്കോണമി ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.